തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ശബ്ദമുഖരിതമായി അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ആരൊക്കെ എന്നതിനെക്കുറിച്ച് വോട്ടർമാർക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവും. എങ്കിലും ആ ധാരണകളിൽ പലതും വ്യക്തിപരമായ ബന്ധങ്ങളുടെയും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട സ്വാധീനങ്ങളുടെയും ഫലത്തിലായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടായിത്തീരുക. അത് സ്വാഭാവികവുമാണ്. നമ്മുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥിയോട് നമുക്കുള്ള ബന്ധം അത് പലതരത്തിലുള്ളതാണ്. ഒന്നുകിൽ അത് നമ്മുടെ ജാതിക്കാരനായിരിക്കും, അല്ലെങ്കിൽ മതക്കാരനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതിക്കാരനായിരിക്കും എന്നുള്ളതാണ് പ്രാഥമികമായ ഘടകങ്ങൾ. അതിലുപരിയായി ആ വ്യക്തിയുടെ സ്വാധീനം എത്രമാത്രം നമ്മുടെ മേലുണ്ട് എന്നുള്ളതിനും പ്രാധാന്യമുണ്ട്. കാരണം ഒരു സ്ഥാനാർത്ഥി നമ്മുടെ ആളായതുകൊണ്ടോ, നമ്മുടെ മതക്കാരനായതുകൊണ്ടോ, ജാതിക്കാരനായതുകൊണ്ടോ, പാർട്ടിക്കാരനായതുകൊണ്ടോ നമ്മുടെ വോട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അയാൾക്ക് നമ്മുടെ വോട്ട് വാങ്ങാൻ മാത്രമുള്ള ഒരു സ്വാധീനം കൂടി നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അർത്ഥത്തിലാണ് വോട്ട് നാം നൽകുക. അങ്ങനെയാണ് അവർ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുക. ഈ കയറുന്നവർ പക്ഷേ തങ്ങളുടെ ബന്ധുത്വത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റ് സാമൂഹ്യമായ ഏതെങ്കിലും ബന്ധത്തിൻ്റെയോ പേരിൽ പെരുമാറാനോ പക്ഷപാതം കാണിക്കാനോ സ്വാതന്ത്ര്യമുള്ളവരോ അധികാരമുള്ളവരോ അല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കൃത്യമായ ഒരു ഭരണഘടനാ വ്യവസ്ഥയും മറ്റ് സമ്പ്രദായങ്ങളും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അതിനനുസൃതമായി പെരുമാറിക്കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ജയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളും തങ്ങളുടെ അധികാരം ഏറ്റെടുക്കുന്നത് എന്ന് കാണാം. വോട്ട് ചോദിച്ചു വരുന്നയാൾ സ്ഥാനാർത്ഥിയുമായുള്ള കൂടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളവർ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും. നാം വോട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മുമ്പിൽ വരുന്ന സ്ഥാനാർത്ഥിക്കല്ല. നാം കൊടുക്കുന്ന അഥവാ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാം കൊടുക്കുന്ന ഓരോ വോട്ടും നമ്മുടെ മുമ്പിലെത്തി നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കുമായുള്ള കൂടെയുള്ളവർക്കും അല്ല വാസ്തവത്തിൽ കൊടുക്കുന്നത്. ആ വോട്ടുകളും വാങ്ങി അവർ നമ്മുടെ മുമ്പിൽ വരുന്നവർ ഒരുപക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരാകാം. പക്ഷേ ഒരുപക്ഷെ അവൻ ഈ വോട്ടുമായി ചെല്ലുന്ന അവന്റെ രാഷ്ട്രീയ കൂടാരം നമുക്ക് വേണ്ടപ്പെടാത്തതാകാം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, വോട്ട് ചോദിച്ച് വരുന്നവൻ നമുക്ക് വേണ്ടപ്പെട്ടവനായിരിക്കാം, അവരുടെ കൂടെയുള്ളവരും വേണ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷെ ആ വോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതിന് പിന്നിൽ, വോട്ടിന് പിന്നിൽ, അയാൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ആദർശമുണ്ട്, ഒരു ആശയമുണ്ട് എന്ന് കാണാം. ആ ആശയം പക്ഷേ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരാശയമാവാം ഒരു പക്ഷേ. അതല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ അവസ്ഥക്ക് സഹാനുഭൂതിയോടെ കാണുന്ന, നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ സഹാനുഭൂതിയോടെ കാണുന്ന ഒരാശയവും ആകാം. ഈ ആശയത്തെയാണ് നാം പരിഗണിക്കേണ്ടത്. നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നവന്റെ ജാതിയോ മതമോ നിറമോ അവൻ വാഗ്ദാനം ചെയ്യുന്ന സമ്മാന പൊതികളോ അല്ല, അവൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ആശയം, രാഷ്ട്രീയ ആദർശം, അതാണ് നാം പരിഗണിക്കേണ്ടത് വോട്ട് കൊടുക്കുമ്പോൾ. കാരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നവയാണ് രാഷ്ട്രീയ ആദർശം. അതേസമയത്ത് താൽക്കാലികമായ ചില നേട്ടങ്ങളോ ചില നാണയത്തുട്ടുകളോ ചില ഒരു പൊതി ബിരിയാണിയോ ഒരു കള്ളുകുപ്പിയോ കിട്ടി പാഴാക്കി കളയേണ്ടതല്ല നമ്മുടെ വോട്ടുകൾ. ആ വോട്ടുകൾ കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെ വിനിയോഗിക്കപ്പെടേണ്ടതാണ്. കൃത്യമായ രാഷ്ട്രീയ ബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമൂഹ്യ അവസ്ഥയ്ക്ക് നിരക്കുന്ന, പുരോഗതിയിലേക്ക് എത്തിക്കാൻ സഹായകമാകുന്ന രാഷ്ട്രീയ ആദർശങ്ങളും ചിന്താഗതികളുമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിലെത്തുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും, ഏത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, അത് എത്ര ബന്ധപ്പെട്ടവനോ ദൂരെയുള്ളവനോ ആവട്ടെ, രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കും നമ്മുടെ മുമ്പിലെത്തുന്ന സ്ഥാനാർത്ഥികൾ. പ്രധാനമായി അടിസ്ഥാനപരമായി രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കും മുഴുവൻ പേരും. അവിടെയാണ് നാം ഇതിലേത് വിഭാഗത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത്. രണ്ട് വിഭാഗം രാഷ്ട്രീയക്കാരാണ് ആകെ കൂടി നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളോ വർണ്ണങ്ങളോ പേരുകളോ അവരുടെ പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ഒക്കെ വൈവിധ്യം നിറഞ്ഞതായിരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായി രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കും എല്ലാ രാഷ്ട്രീയക്കാരും. ഒന്നുകിൽ അതിനെ നമുക്ക് ലളിതമായി, നമുക്ക് സുപരിചിതമായ നമ്മുടെ വാക്കുകൾ തന്നെയുണ്ട്, ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്. അപ്പോൾ പിന്നെ എന്താണ് ഇടത്, എന്താണ് വലത് എന്ന ആശയക്കുഴപ്പം നമുക്കുണ്ടായേക്കാം. അവിടെയാണ് എന്താണ് ഇടത് എന്നതുകൊണ്ട് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ആദർശം എന്താണ്, വലത് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ആശയം എന്താണ് എന്ന പ്രശ്നം ഉദിക്കുന്നത്.
ഇത് മനസ്സിലാക്കേണ്ട ചുമതല വോട്ട് കൊടുക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ മുമ്പിലെത്തുന്ന സ്ഥാനാർത്ഥികളിൽ ഓരോരുത്തരും ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ പ്രതിനിധീകരിക്കുന്നവരായിരിക്കും, ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാമൂഹ്യാവസ്ഥ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയ ശേഷം നമ്മുടെ അവസ്ഥക്ക് യോജിക്കുന്നത് ഏത് നിലപാടായിരിക്കും, ഇടതാണോ വലതാണോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വ്യക്തിയുടെ ബന്ധം അവിടെ മാറ്റി നിർത്തപ്പെട്ട് രാഷ്ട്രീയമായ ആശയത്തിന്റെ ആ വഴിയിലേക്ക് നമ്മൾ കുറെ കൂടി ഉയർന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. അങ്ങനെ വരുമ്പോൾ വോട്ടിന്റെ വിനിയോഗം കുറെ കൂടി കാര്യക്ഷമമായി തീരും എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ചെറിയൊരു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. 18-ാം നൂറ്റാണ്ടിൽ, അതായത് 1789 മറ്റോ ആണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചനാ സമിതി കൂടിയപ്പോൾ, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിനോടനുബന്ധിച്ചുള്ള നാഷണൽ അസംബ്ലി സമ്മേളിച്ചപ്പോൾ അതിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആളുടെ ഇടതും വലതുമായിട്ടാണ് ജനങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ. അവരിൽ ഒരു വിഭാഗം അധ്യക്ഷന്റെ ഇടതുഭാഗത്തും മറ്റൊരു വിഭാഗം വലതുഭാഗത്തുമായിട്ടാണ് ഇരിപ്പുറപ്പിച്ചത്. അതിൽ ഇടതുഭാഗത്ത് ഇരിപ്പുറപ്പിച്ചവർക്ക് ഒരാശയം, ഒരു രൂപരേഖയുണ്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച്. വലതുഭാഗത്തുള്ളവർക്കും അതിന് വിരുദ്ധമായ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ഏതായാലും ഈ രണ്ടു കൂട്ടരും തങ്ങളുടെ നാഷണൽ അസംബ്ലിയിലെ ഇരിപ്പിടങ്ങളിൽ ഇടതും വലതുമായിട്ടാണ് ഇരിപ്പുറപ്പിച്ചത്. ഫ്രാൻസിൽ ഇടത് വലത് എന്ന പ്രയോഗം രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നത് വീണ്ടും 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ്. അധ്യക്ഷ പീഠത്തിന്റെ ഇടതുവശത്ത് ഇരിപ്പുറപ്പിച്ചവർ ഫ്രഞ്ച് വിപ്ലവം വേണമെന്ന അഭിപ്രായമുള്ളവരും വലത് ഉള്ളവർ അത് വേണ്ട എന്ന അഭിപ്രായക്കാരുമായിരുന്നു. ഇടതുവശത്ത് ഇരിപ്പുറപ്പിച്ചവർ രാജവാഴ്ചക്ക് അറുതി വേണം എന്നാഗ്രഹിച്ചവരും വലതുവശത്തുള്ളവർ രാജവാഴ്ച കൊണ്ട് കുഴപ്പമില്ലാതെ തുടരണം, പഴയ പാരമ്പര്യങ്ങളെല്ലാം അതേപടി തുടരണം എന്ന ആവശ്യക്കാരുമായിരുന്നു. കൃത്യമായ വ്യക്തമായ രണ്ട് വിരുദ്ധമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് ഇവ രണ്ടും. ഇങ്ങനെയാണ് അന്ന് മുതൽ വേർപെട്ടതാണ് ലോക രാഷ്ട്രീയത്തിലെ ഈ ഇടത് വലത് വ്യതിയാനങ്ങൾ. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ രാഷ്ട്രീയ ആശയങ്ങളുടെ അടയാളമായി ഇടത് വലത് പ്രയോഗങ്ങൾ മാറി എന്ന് സൂചിപ്പിച്ചല്ലോ. ഇന്നും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് കാണാം. അതായത് നമ്മുടെ മുമ്പിലെത്തുന്ന സ്ഥാനാർത്ഥികൾ വർണ്ണം കൊണ്ടും നമ്മുടെ ബന്ധം കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് വൈവിധ്യമാർന്നവരായിരിക്കാം, എങ്കിലും അടിസ്ഥാനപരമായി അവർ രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ആ അർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കൂട്ടർ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്നവർ സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയ ആദർശം ഇടത് ചായ്വുള്ളതായിരിക്കും. ഈ ഇടതിന്റെയും വലതിന്റെയും പ്രഖ്യാപിത നയങ്ങൾ അനുസരിച്ച് ഇടത് ജനാധിപത്യ മുന്നണികൾ പൊതുവെ താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങളുമായി സാമീപ്യമുള്ളവരായിരിക്കും, ഒത്തുപോകുന്നവരായിരിക്കും, സഹയാത്രികരായിരിക്കും. അതേസമയത്ത് വലതുപക്ഷ ചിന്താഗതിക്കാർ പൊതുവെ പരമ്പരാഗത യാഥാസ്ഥിതിക വിഷയങ്ങളുമായി സഹവർത്തിത്വത്തിലുള്ളവരുമായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിൽ നമുക്ക് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വിജയിച്ചു പോകുന്നതിന്റെ ഒരു ഗുട്ടൻസ് ഇതാണ്. കാരണം ജനങ്ങളിൽ അധിക പേരും ഇവിടെ മധ്യവർഗവും അതിന് താഴെയുള്ളവരുമായിട്ടാണ് കാണപ്പെടുക. പൊതുവായി കേരളീയർ ഒരു മധ്യവർഗമാണ്, അതോ ആ മധ്യവർഗം പൊതുവെ ലിബറൽ പുരോഗമന ചിന്താഗതിയുള്ളവരുമാണ് എന്ന് കാണാം. അങ്ങനെ വരുമ്പോഴാണ് ഇടത് ചിന്താഗതികളോട് ആഭിമുഖ്യം കൂടുതലാണെന്ന് കാണാം നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് മാറിയായിട്ടോ ഒന്നിലധികം തവണ രണ്ടാം ഊഴമോ മൂന്നാം ഊഴമായിട്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ ഭരണത്തിലെത്താൻ കഴിയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറയുമ്പോൾ കമ്മ്യൂണിസവും സോഷ്യലിസവും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ചൈനയിലോ യുഗോസ്ലാവിയയിലോ റഷ്യയിലോ കണ്ട കമ്മ്യൂണിസം അല്ല, ക്യൂബയിലോ കാണുന്ന കമ്മ്യൂണിസം ഒന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ പ്രാരംഭകാലം തൊട്ട് തന്നെ കണ്ടുവരുന്നത്. അത് ഏതാണ്ട് ഒരു സെമി കമ്മ്യൂണിസ്റ്റ് കംപ്ലീറ്റ് സോഷ്യലിസമാണത്. അതൊരു സോഷ്യലിസമാണത്. സോഷ്യലിസം കമ്മ്യൂണിസം എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇവിടെ ഇപ്പോൾ സാധ്യമല്ല. എങ്കിലും പൊതുവായി സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രീതിയാണ് ഇടതുപക്ഷത്തിൻ്റെതെങ്കിൽ നമ്മുടെ വലതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ സെമി ക്യാപിറ്റലിസ്റ്റ് യാഥാസ്ഥിക രീതികളാണ് അവരുടേത്. കോൺഗ്രസ്
നെഹ്റുവിയൻ കാലം തൊട്ട് തന്നെ സോഷ്യലിസത്തോട് അനുഭാവം കാണിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മുടെ ഭരണഘടനാ മുഖവരിയിൽ തന്നെ ചേർക്കപ്പെട്ടു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന്. നരസിംഹറാവുവിന്റെ കാലം തൊട്ടാണിത് സോഷ്യലിസത്തിന് അല്പം ഇളക്കം തട്ടി ക്യാപിറ്റലിസത്തോട് കൂടുതൽ അടുത്ത് കൂടുതൽ താതാത്മ്യം പ്രാപിക്കാൻ തുടങ്ങിയത്. അത് രാജ്യത്തിന് അതും നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും സോഷ്യലിസത്തിന്റെ വരണ്ട രീതികളിൽ നിന്ന് കുറെ കൂടി പുരോഗമനപരമായ ചുവടുകൾ വെക്കാൻ അത് സഹായകമായിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകൾ മാറി മാറി വന്നതിന്റെ ഗുണമാണ് കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകതകൾ പലതും ഉണ്ട് ചൂണ്ടിക്കാണിക്കാനാവുന്നത്. അതായത് ഇന്ത്യ ഒട്ടുക്കുള്ള 28 സംസ്ഥാനങ്ങളിലും കേരളത്തെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു അവസ്ഥയാണുള്ളത്. കേരളത്തിൽ മാത്രം പ്രകടമായി കാണുന്ന ചില അവസ്ഥകൾക്ക് കാരണം ഇവിടുത്തെ ഇടയ്ക്കിടെ മാറി വരുന്ന സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ കൂടിയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായി വരും. ഇനിയാണ് നമ്മുടെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ഈ സംസ്ഥാനത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് ആരാണോ കൂടുതൽ സംഭാവന അർപ്പിച്ചിട്ടുള്ളത്, ആർക്കാണ് സംഭാവന അർപ്പിക്കാൻ കഴിയുമെന്ന് നാം കരുതുന്നത്, അവർക്ക് തന്നെയാണ് വോട്ട് കൊടുക്കേണ്ടത്. കൺമുമ്പിലുള്ള വ്യക്തിയെയല്ല, വ്യക്തിയുടെ കൂടെ വന്ന പരിചയക്കാരെയുമല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന അതിനും അവർക്ക് പിന്നിലുള്ള രാഷ്ട്രീയ ആദർശത്തെയാണ് നാം സൂക്ഷിക്കേണ്ടത്. ആ ആദർശം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മുടെ വോട്ട് കൊടുക്കാൻ. ഒരുപക്ഷെ വ്യക്തികളിൽ വ്യത്യസ്ത വ്യക്തികൾ ഉണ്ടാവാം. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വ്യക്തി അത്ര നല്ല വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. നല്ലൊരു രാഷ്ട്രീയ ആദർശം അയാൾക്ക് പിന്നിൽ ഉണ്ടാകാം, പക്ഷേ വ്യക്തിത്വം അത്ര കണ്ട് മെച്ചപ്പെട്ടതായിക്കൊള്ളണമെന്നില്ല. അതൊന്നും വ്യക്തിത്വം അത്ര കേമമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ആദർശം മെച്ചപ്പെട്ടതായിരിക്കാം. ഇതൊക്കെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. കേവലം അവർ വെച്ച് നീട്ടുന്ന ഫ്രീബികളുടെ പേരിലോ അവർ തരുന്ന നാണയത്തുട്ടുകളുടെ പേരിലോ അവരെടുക്കുന്ന മദ്യത്തിന്റെയും സൽക്കാരത്തിന്റെയും പേരിലോ നമ്മുടെ വോട്ട് ദുർവിനിയോഗം ചെയ്തുകൂടാത്തതാണ്. തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് വൈകാരിക അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. ചില വൈകാരിക അനുഭവങ്ങളുടെ പേരിൽ നമ്മുടെ വോട്ട് മൊത്തമായി മറിച്ചു നൽകുന്ന ഒരു രീതി നമ്മുടെ ഇന്ത്യ ഒട്ടുക്ക് കണ്ടുവരുന്നതാണ്. അതായത് പല പ്രധാനമന്ത്രിമാരുടെയും മരണം, പല പ്രധാന രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പ്രധാന വ്യക്തികളുടെ മറ്റെന്തെങ്കിലും ദുഃഖാവസ്ഥകൾ, ഇതിലൊക്കെ നമ്മൾ മനസ്സുരുകി വൈകാരിക ആവേശം പൂണ്ട് നമ്മുടെ വോട്ട് ആ വ്യക്തികൾക്കും ആ പാർട്ടിക്കും കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ. മാത്രമല്ല, എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം പ്രവർത്തിച്ചാലും എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ വോട്ടിനെ അപ്പാടെ മറിക്കുന്ന ഒരു രീതിയും ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതിലും നമ്മൾ വീണുപോകരുത്. കാരണം വോട്ട് വൈകാരികത നൽകേണ്ട ഒരു കാര്യമല്ല, അത് വളരെ വിവേകത്തോടെ വിനിയോഗിക്കപ്പെടേണ്ട നമ്മുടെ ഒരു അവകാശമാണ്, അധികാരമാണ് എന്ന് കാണണം. നമ്മുടെ മുമ്പിൽ വരുന്ന പല സ്ഥാനാർത്ഥികളും നമ്മളെ സേവിക്കാൻ മുട്ടിയിട്ട് ഈ ജനങ്ങളെ ഒന്ന് സേവിച്ചു കളയാം എന്ന് വരുന്നവരൊന്നുമല്ല. പൊതു ഖജനാവിൽ നിന്ന് പങ്ക് ലഭിക്കാൻ വേണ്ടി കയറിക്കൂടുന്നവരാണ് പലരും. സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പിന്നിലുള്ള രാഷ്ട്രീയ ആദർശങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ട് വോട്ട് നൽകുക. വോട്ട് മഹത്തരമാണ്, അത് വിനിയോഗിക്കാതിരിക്കരുത്, അത് കാര്യക്ഷമമായി വിനിയോഗിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക്, ഏത് പ്രസ്ഥാനത്തിന് എന്നുള്ളതൊക്കെ അത് അവനവൻ്റെ ചോയ്സാണ്. പക്ഷേ ആ ചോയ്സിന് മുമ്പിൽ നമ്മുടെ ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള വിവേചന ശേഷി ഇല്ലാതാകരുത്. അത് നിഷ്പക്ഷമായി വിനിയോഗിക്കപ്പെടണം.